നമ്മൾ വീട്ടിലെത്തിയിരിക്കുന്നു. ഞങ്ങൾ പോകല്ലേ കുഞ്ഞു പറഞ്ഞാ താക്കോലമ്മ വിളിക്കാം. ഹലോ. അപ്പൊ നമ്മളെ അതിനൊന്ന് പോവുക. ഐഡിയ പോന്നേ കൊയിലാണ്ടിക്ക്. ഇപ്പം കുറേ ദിവസമായിട്ട് വന്നിട്ട് ഇപ്പോൾ എനിക്ക് തോന്നുന്നു 10 ദിവസം പറഞ്ഞോളിപ്പോൾ 12, 13, 14 ദിവസമായി അല്ലേ. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ ദീപേശിയും വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാളിപ്പം അയിനൂനെ കൊണ്ടാക്കാൻ വേണ്ടി പോവുക. കൊയിലാണ്ടില്ലേ അയിനു? പോകാൻ ഇഷ്ടമുണ്ടോ? ഇല്ല. അപ്പൊ നമ്മള് കൊയിലാണ്ടി പോവുക. അതാണ് കൊയിലാണ്ടി പോവുക. കുഞ്ഞോട്ടെ എല്ലാരും ഉണ്ട് കേട്ടോ. അയിനു നോക്കട്ടെ. ആ സുന്ദരിയായിക്കല്ലോ. എല്ലാരും വേറെ റെഡി ആയിരിക്കാന്നപ്പോ ഞങ്ങൾ പോകുകയല്ലേ കുഞ്ഞു? പറഞ്ഞാ മഴവെള്ളല്ലേ? താക്കോലമ്മ വിളിക്കാം. പോവാ. വേറെ ദുർക്കാനില്ലല്ലോ. കുഞ്ഞുമായിട്ട് വഴി പറഞ്ഞു തരാൻ വേണ്ടി നിൽക്കുക. അല്ല, തട്ടുന്നോ നോക്കാൻ വേണ്ടി വഴി പറഞ്ഞു തരാൻ നിൽക്കുക. കുഞ്ഞോട്ടാ കേറ്. നമ്മളിന്ന് കൊയിലാണ്ടി പോകുകയാണ്. അയിനൂനെ കൊണ്ടാക്കാണ്. അയിനൂനെ ഒരു ഉമ്മ കൊടുത്തേ. അയിനൂന് ദേവു ദേവുടെ പോവല്ലേ? ഇനിയിപ്പൊ അയിനു മറ്റന്നാളിങ്ങ് പോരൂല്ലേ? ഇരുവോ? അംഗനവാടിയില് ഞാള് പേര് വെട്ടാൻ വേണ്ടി പോവുക. അംഗനവാടി പോയി പേര് വെട്ടിയിട്ട് ഞാളിവിടെ വടകരയ്ക്ക് മാറ്റി ചേർക്കും അല്ലേ തയ്ച്ചിട്ടോടെ? ഇവിടെ നിക്കാന്ന് പറഞ്ഞ അംഗനവാടി പറയുകയും ചെയ്ത പിന്നെ അത് തന്നെ ആളെല്ലാം മാറി നല്ല മുങ്ങുന്ന അങ്ങോട്ട്. എനിക്ക് തോന്നുന്നു. പക്ഷേ അന്ന് പോയപ്പോഴുള്ള കരച്ചിലിനേക്കാളും നല്ലത് ഇങ്ങനെ അങ്ങോട്ട് പോകുന്നതാണല്ലേ. കരഞ്ഞു പോയി കഴിഞ്ഞാൽ ഭയങ്കര അലമ്പായിരിക്കും. എല്ലാരും കൂടി ഉള്ളതിനെ കൊണ്ട് വലിയ കുഴപ്പമില്ല. ഇല്ലെങ്കിൽ സൗണ്ട് പോയി യാത്ര ചെയ്തല്ലേ. ജലദോഷം ജലദോഷമല്ലേ? നമ്മളങ്ങനെ പയ്യോളി എത്തിയിരിക്കുന്നു. പക്ഷെ പയ്യോളി അങ്ങനെ ബ്ലോക്ക് ഇല്ല അല്ലേ? അതിനും നല്ലോണം ഉറങ്ങിട്ടോ. പാവുണ്ടാവും. കൊറേ നേരം പുറത്തേക്കൊക്കെ നോക്കിന്ന് നല്ലോണം. ഇത് കുഞ്ഞു ഉറങ്ങിയാ? ഈ പ്രാവശ്യം ഞാളിറങ്ങിയിട്ട് ബേക്കറി വാങ്ങാമെന്നും പറഞ്ഞ് കുഞ്ഞും ദേവു കേട്ടോ ബേക്കറി വാങ്ങാൻ ഇറങ്ങിയേ. ബേക്കറി എന്ന് വെച്ചാൽ കാര്യമായിട്ടുള്ളത് എണ്ണക്കടികളാന്ന് പോലും വാങ്ങിക്കൊണ്ടുവന്നേ കേട്ടോ. പിന്നെ അതേപോലെ മസാല ദോശ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടാണ് ഇപ്പം പോകുന്നത് കേട്ടോ. അപ്പോൾ ഓല് രണ്ടും വലുതായല്ലോ. അപ്പോൾ ഓലിറങ്ങി വാങ്ങിക്കോളാന്ന് പറഞ്ഞു കേട്ടോ. അതിന് മുമ്പളിപ്പോ എവിടെയെത്തി? കൊയിലാണ്ടി ഏടി എത്തി എന്നാ ചോദിച്ചേ. പൊട്ടത്തി ബൈപ്പാസിൽ നമ്മളെ വീട്ടിലേക്കുള്ള ഉയരത്തിലേക്കുള്ള കയറ്റം. അങ്ങനെ നമ്മൾ വീട്ടിലെത്തിയിരിക്കുന്നു. കൊയിലാണ്ടി വീട്ടിൽ മൂത്ത ഏട്ടനും ഭാര്യയും ഇന്ന് എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ചിക്കനും അതേപോലെ കപ്പയും ബ്രെഡും അതേപോലെ നല്ല കുടമ്പുളിയിട്ട മീൻകറി ചോറും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം നല്ല മഴയത്ത് വീട്ടിലിങ്ങനെ ഫുഡ് ഉണ്ടാക്കി വെച്ചിട്ട് കഴിക്കാന്ന് വെച്ചാൽ ഭയങ്കര സുഖമല്ലേ. അതും നമുക്കൊരാൾക്ക് ഉണ്ടാക്കി തരുക എന്ന് പറയുമ്പോൾ
അതുകൊണ്ട് തന്നെ നല്ല രസമുണ്ടായിരുന്നേ. കപ്പയ്ക്കും ചിക്കൻ കറിക്കും ബീനേച്ചീൻ്റെ, അതായത് മൂത്തയേട്ടൻ്റെ ഭാര്യ കേട്ടോ. അപ്പോൾ മൂത്തയേട്ടൻ്റെ ഭാര്യയുടെ സ്പെഷ്യൽ ചിക്കൻ കറിയായിരുന്നു. അപ്പോൾ നല്ല അടിപൊളി ചിക്കനും നല്ല കട്ടനും കപ്പയൊക്കെ ആയിട്ട് നല്ല ഫുഡായിരുന്നു കേട്ടോ. പിന്നെയെന്ന് വെച്ചാൽ അതിനു ഇവിടെ ആക്കിപ്പോകുന്നതിൻ്റെ ഒരു വിഷമമുണ്ട്. എന്നാലും കുറേ ദിവസമായല്ലോ അംഗനവാടിയിലൊന്നും പോവാണ്ട് ഇങ്ങനെ നിൽക്കുന്നേ. അതുകൊണ്ട് തന്നെ വേറെ രക്ഷയില്ല ഓളെവിടെ കൊണ്ടാക്കാതെ. അതുകൊണ്ട് എല്ലാവരും ഉമ്മയെല്ലാം കൊടുത്ത് ഇറങ്ങുന്നുണ്ട്. മിണ്ടാതിരിക്കുന്നുണ്ട് കേട്ടോ. എൻ്റെ കൂടെ വരുന്നതെന്ന് ഇനി പറഞ്ഞാൽ അടി കിട്ടും എന്നുള്ളൊരു ബോധമൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഓൾ അനങ്ങുന്നില്ല. എല്ലാവരും ഉമ്മയൊക്കെ കൊടുക്കുമ്പോൾ മിണ്ടാതെ ഇങ്ങനെ ഏട്ടൻ്റെ ഭാര്യേൻ്റെ മേലിരിക്കുക കേട്ടോ. പിന്നെ എന്ന് വെച്ചാൽ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ ശരിക്കും പറയാതെ ഭയങ്കര എന്തോ ഒരു ടെൻഷനായിരിക്കും നമുക്ക്. കാരണം ഇത്രയും ദിവസം ഇവിടെ ഉള്ളതിനെ കൊണ്ടേ എനിക്ക് തോന്നുന്നു ഒരു 10-12 ദിവസം തന്നെയായി ഇപ്പം ഇവിടെ നിൽക്കുന്നത്. പിന്നെ ദീപേച്ചി, ഞാൻ പറഞ്ഞല്ലോ ദീപേച്ചി വന്നതിനെ കൊണ്ട് ഏതായാലും പോകുമ്പം കൂടെ പോകുക എന്നുള്ള രീതിയിൽ ഓളങ്ങ് പോയതാണ്. ഒറ്റയ്ക്കാണ് ഓളെ ഞാനിവിടെ കൊയിലാണ്ടി കൊണ്ടാക്കുന്നതെന്ന് വെച്ചാൽ ഓൾ എന്തായാലും ഭയങ്കരമായിട്ട് കരയും. അതിലും നല്ല ഇങ്ങനെ എല്ലാവരും കൂടെ വന്ന് കൊണ്ടാക്കുന്ന സമയത്ത് ഒക്കെ അതത്ര ഫീൽ ചെയ്യില്ലല്ലോ. അതാ പിന്നെ ഞാൻ സജീഷേറിനോട് പറഞ്ഞ് ഏതായാലും നമുക്ക് ഒരുമിച്ച് പോയിട്ട് കൊണ്ടാക്കാമെന്ന് കേട്ടോ. അങ്ങനെ കൊണ്ടാക്കിയതിനെ കൊണ്ട് വലിയൊരു പ്രശ്നമില്ല. മുഖമൊക്കെ ഇങ്ങനെ എന്തോ പോലെ ആയി വെച്ചിട്ടുണ്ടെങ്കിൽ പോലും വലിയൊരു എന്താ പറയുക കരച്ചിലും കാര്യങ്ങളൊന്നുമില്ല. കഴിഞ്ഞ വട്ടം ഇവിടെ വന്ന് താമസിച്ച് തിരിച്ചു പോകുമ്പോൾ ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ അത്രയും പ്രശ്നങ്ങളൊന്നും ഇപ്രാവശ്യം ഉണ്ടാക്കിയിട്ടില്ല. പിന്നെ എന്താ എല്ലാവരെയും കൂടി കണ്ട ഇതിൽ പെട്ടെന്ന് കുറേ ദിവസത്തിന് ശേഷം വീട്ടിലുള്ള എല്ലാവരെയും കണ്ടതിൽ അങ്ങനെ അവിടെ നിന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ എൻ്റെ മാത്തനെ കുറച്ച് നേരം നോക്കി. മാത്തന് സുഖമല്ലായിരുന്നു കേട്ടോ നമ്മളെ. അപ്പോൾ അതിനെ പോയിട്ടൊന്ന് നോക്കി. പിന്നെ ഞാൻ നല്ല മഴയാണ്, എന്ത് മഴ എന്നാ പറയുക, മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുക. മഴയത്ത് തിരിച്ചു വരുമ്പോൾ ആകെ ഒരു സൈലൻ്റ് ആയിട്ടോ. കാറിൽ മക്കളെ സ്ഥിതിയൊക്കെ എന്ന് വെച്ചാൽ വളരെ അബദ്ധം. കാരണം മൂഡ് ഓഫ് ആയി എല്ലാം ഉറങ്ങി കേട്ടോ തിരിച്ചേക്ക് ഇങ്ങോട്ട് വരുമ്പം. പിന്നെ ഈ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുള്ളതിനെ കൊണ്ട് തന്നെ ഞങ്ങൾ പച്ചക്കറി വാങ്ങാൻ കയറി. പച്ചക്കറി വാങ്ങി, അതേപോലെ തന്നെ കുറച്ചല്ലാത്ത സാധനവും വാങ്ങാനുണ്ടായിരുന്നു. എന്തായാലും അങ്ങനെ കൊയിലാണ്ടി ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തി. അയലുവിനെയും കൊണ്ടാക്കി വീട്ടിലേക്ക് വന്നെത്തി. ഭയങ്കര എന്തോ പോലെ ഉണ്ട്. കാരണം എന്താ വെച്ചാൽ കുറേ ദിവസം ഇവിടുന്ന് ഇങ്ങനെ കളിച്ചതിനെ കൊണ്ട് എന്തോ ഒരു കയറി വരുമ്പോൾ എന്തോ ഒരു സൈലന്റ് ഉണ്ട് കേട്ടോ. അതെ അതെ, വല്ലാത്തൊരു ബുദ്ധിമുട്ട് തന്നെയാണ്. നമ്മളിപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇവിടെ ഇവിടുത്തെ ഒരു ആളെ പോലെ തന്നെ ഇങ്ങനെ നിൽക്കുന്നതല്ലേ. ഇന്നത്തെ ഒരു കാര്യമായിട്ട് നമ്മളിപ്പോൾ വീഡിയോ വലിയ വീഡിയോ മറ്റൊന്നും ഇടുന്നതല്ല. നമ്മുടെ ഡെയിലി ലൈഫിൽ നടക്കുന്ന കുറച്ച് കാര്യങ്ങൾ അതുങ്ങളെ കാണിക്കാതാണ്. ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ബൈ.